ഹലോ ആൻഡ് വെൽക്കം ടു പേർഷ്യൻ മലയാളി. അപ്പം ഞങ്ങളുടെ മറ്റൊരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഞങ്ങൾ ചായയും സിനിമയും എന്ന് പറഞ്ഞൊരു ഒരു സീരീസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിൽ പറഞ്ഞിരുന്നു OTT-യിൽ വരുന്ന ഞങ്ങൾ കാണുന്ന ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നല്ല സിനിമകളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യും. അപ്പം നിങ്ങൾക്ക് ഞങ്ങൾ അതിനെക്കുറിച്ച് കുറച്ചൊക്കെ ഒന്ന് പറഞ്ഞു തരും, ഞങ്ങൾ ചർച്ച ചെയ്യും. അപ്പം നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും കാണാം OTT-യിൽ, അല്ലെങ്കിൽ നിങ്ങൾ ടൈം വേസ്റ്റ് ചെയ്യേണ്ട എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് അങ്ങനൊരു സീരീസ് തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് മൂവി ഞങ്ങൾ 3BHK എന്ന് പറഞ്ഞൊരു മൂവി, ഒരു തമിഴ് സിനിമയാണ്, അതിനെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്നത്തെ ചായയും ചർച്ചയിൽ ഞാൻ ചായ എടുത്തിട്ടില്ല, പക്ഷെ പ്രേരണ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചായയും ചർച്ചയിൽ ഞങ്ങൾ പറയാൻ പോകുന്നത് വ്യസന സമേതം ബന്ധുമിത്രാദികൾ എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഓൾറെഡി തിയേറ്ററിൽ വന്ന സിനിമയാണ് കേട്ടോ, 1 മാസം മുന്നേ വന്നാന്ന് തോന്നുന്നു. പക്ഷേ UAE-ൽ സിംപ്ലി സൗത്ത് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്, ഈ നാട്ടിൽ ഹോട്ട്സ്റ്റാറും ആമസോൺ പ്രൈമും ഒക്കെ പോലെ തന്നെ. അപ്പോൾ അതിൽ ഇപ്പോൾ ഈ ആഴ്ച ഇറങ്ങിയതായിരുന്നു ഇത്. അപ്പോൾ ഞങ്ങൾ തിയേറ്ററിൽ കണ്ടില്ലായിരുന്നു, അപ്പോൾ ഞങ്ങൾ OTT-യിലാണ് അത് കണ്ടത്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്കാണ് ഞങ്ങളത് കണ്ടപ്പോൾ ഞങ്ങൾ ചൂടോടെ തന്നെ നിങ്ങളോട് അതിനെക്കുറിച്ച് പറഞ്ഞേക്കാമെന്ന് വിചാരിച്ചു. അപ്പം ആ സിനിമയിലെ മെയിൻ ക്യാരക്ടർ നമ്മുടെ അനശ്വര രാജനാണ്. അനശ്വര രാജൻ ഇപ്പം എന്താ പറയുക, ഒരു യങ് ആക്ട്രസസിൽ ഒരുമാതിരി നല്ല അഭിനയിക്കുന്ന ഒരു സ്റ്റാർ. മലയാളത്തിൽ ഇപ്പോൾ ഒരു പുതിയ യൂത്ത് ഐക്കൺ ആക്ട്രസിൽ കുറച്ച് ബെറ്റർ ആയിട്ട് നല്ലതായിട്ട് അഭിനയിക്കുന്ന ഒരു കുട്ടിയാണ് അനശ്വര രാജൻ. എല്ലാ റോൾസും ഒരുമാതിരി നല്ലതായിട്ട് ചെയ്യുന്ന ഒരു കുട്ടിയാണ്. സോ ആ കുട്ടിയുടെ സിനിമയാണ്. അതിൻ്റെ കൂടെ നമ്മുടെ രോമാഞ്ചത്തിലുള്ള ഒരു ആക്ടറുണ്ട്, രോമാഞ്ചത്തിൽ 2 പേരുണ്ട്, നമ്മുടെ അസീസ് നെടുമങ്ങാടും ബൈജുവും ഒക്കെ ഉണ്ട്. പിന്നെ നോബിൻ എന്നല്ലേ പേര്, നോബിൻ ഉണ്ട്. പിന്നെ നമ്മുടെ കോമഡി സ്റ്റാർസിൽ വന്ന നോബിനും അസീസും, പിന്നെ നമ്മുടെ മല്ലിക സുമാരനും ഉണ്ട്. കുറച്ചേ ഉള്ളൂ, പക്ഷെ പുള്ളിക്കാരിയും ഉണ്ട്. അപ്പം പുള്ളിക്കാരിയുടെയാണ് ഒരു ഇമ്പാക്റ്റ് ഉള്ള റോളാണ്, ചെറിയ റോളാണെങ്കിലും. മൂവി ത്രൂ ഔട്ട് കോമഡി മൂവിയാണ്. ഈ സിനിമ എന്ന് പറഞ്ഞാൽ ഫുൾ കോമഡിയാണ്. പക്ഷെ കാണിക്കുന്ന ഒരു മരിച്ചു കിടക്കുന്ന ഒരു വീടാണെങ്കിലും ആദ്യം മുതൽ അവസാനം മുതൽ വരെ കോമഡിയാണ്. ആൻഡ് പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രമാണ് ഇതിൽ കാണിക്കുന്നത്. തിരുവനന്തപുരത്തെ ഒരു ഏരിയ ആണ് കാണിക്കുന്നത്, തോന്നിക്കൽ എന്ന് പറഞ്ഞാൽ തോന്നുന്നു കാണിക്കുന്നത്. സോ അവിടുത്തെ ഒരു ലാംഗ്വേജ് ആണ് ഫുൾ, ഫ്രം സ്റ്റാർട്ടിങ് ടു എൻഡ് ആ ഒരു സ്ലാങ് ആണ് മലയാളത്തിൻ്റെ ആ സിനിമയിൽ ഫുൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് കേൾക്കാൻ തന്നെ ഒരു പ്രത്യേക ഒരു രസവും ഒരു തമാശയും ഒക്കെ തോന്നും നമുക്ക്. സിനിമ ഓവറോൾ ഞാൻ പറയുവാണെങ്കിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത സിനിമ എന്നൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല, പല സിനിമകൾ ഇങ്ങനത്തെ ഉണ്ട്. പക്ഷെ ഈ ഒരു സിനിമ കാണുമ്പോൾ നമുക്ക് ഒരു മരിച്ച വീട്ടിൽ ആൾക്കാർ എന്തൊക്കെ രീതിയിലായിരിക്കും പെരുമാറുന്നത്, ഓരോ ആൾക്കാരും എങ്ങനെയൊക്കെയാ പെരുമാറുന്നത് ക്ലിയർ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. പണ്ട് കാലത്തൊക്കെ തിരുവനന്തപുരം സൈഡിലൊക്കെ മരണം നടക്കുമ്പോൾ ഇങ്ങനെ ഇതുപോലെ തന്നെ ആൾക്കാർ മൈക്ക് സെറ്റ് ചെയ്യുന്നു, കസേര എടുത്ത് പിടിച്ചിടുന്നു. അപ്പൊ അങ്ങനെ ആ ഒരു മരണ വീട്ടിൽ അവിടെയൊക്കെ കൂടുതൽ ആൾക്കാരും അധികം അടുത്തടുപ്പിച്ചായിരിക്കും ആൾക്കാരൊക്കെ താമസിക്കുന്നത്. അതായത് അധികം സ്പേസ് ഇല്ല, അടുപ്പിച്ചടുപ്പിച്ചുള്ള വീടുകളും ഒക്കെ ആയിരിക്കും കൂടുതലും. അപ്പോൾ അവിടെ അങ്ങനത്തെ ഒരു ഇതാണ് ഈ ഒരു സിനിമയിൽ കാണിക്കുന്നത്. അവിടെ ഉള്ള ബഹളവും പിന്നെ അതിൻ്റെ ഒരു മരണ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളും അത് ത്രൂ ഔട്ട് സിനിമ ആദ്യം മുതൽ അവസാനം വരെ ത്രൂ ഔട്ട് കോമഡി അതാണ് സിനിമയുടെ ഒരു ഇത്. അപ്പം നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് കണ്ടുകൊണ്ടിരിക്കാൻ. കോമഡിയാണ്, ത്രൂ ഔട്ട് കോമഡി. ആ കോമഡി ഇഷ്ടപ്പെടുന്നവർക്ക് ഈ മൂവി ഇഷ്ടമാവും. ശരിക്കും ഒരു മരിച്ച വീട്ടിലെന്നൊക്കെ പറയുമ്പോൾ ഓരോരുത്തർ ഒരു 10 പേർക്ക് വിഷമം ഉണ്ടെങ്കിൽ ബാക്കി 90 പേര് കുറ്റം പറയും ഓരോ കാര്യങ്ങൾക്കും. അപ്പൊ ആ കുറ്റം പറയുന്നതൊക്കെ വളരെ തമാശ രീതിയിലാണ് ഇതിൽ അവര് പ്രോജക്റ്റ് ചെയ്ത് കാണിക്കുന്നത്. അപ്പൊ അത് നമുക്ക് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ചിരി വരും. മരണ വീട്ടിലെ കോമഡിയും മരണ വീട്ടിലെ പ്രേമവും ഒക്കെ നമ്മൾ മുമ്പ് മഹേഷിന്റെ പ്രതികാരം എന്ന് പറയുന്ന സിനിമയിൽ കണ്ടിട്ടുണ്ട്. ജസ്റ്റ് ഒരു പാട്ട്, ചെറിയൊരു പാട്ട്. അതിന് ഇത് കുറച്ചുകൊണ്ട് വേറൊരു ആക്കിയെടുത്ത ഒരു മൂവിയാണിത്. നല്ല സിനിമയാണ്, നല്ല ഒരു കഥയാണ്. കഥ എന്ന് ഞാൻ പറഞ്ഞല്ലോ, വലിയ കഥയൊന്നും ഇല്ലെങ്കിലും നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം, ആദ്യം മുതൽ അവസാനം വരെ നമുക്ക് ചിരിച്ചുകൊണ്ടിരിക്കാം. നമുക്ക് ഒരു സത്യം പറഞ്ഞാൽ മരിച്ച് ഒരു വീട്ടിലെ ഒരു വീഡിയോ കാണിക്കുമ്പോൾ എന്താ ഇത്ര ചിരിക്കാനുള്ള, അല്ലെങ്കിൽ എത്ര തമാശയൊക്കെ ഉള്ളതെന്നൊക്കെ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് കണ്ടു നോക്കുമ്പോഴേ അറിയത്തുള്ളൂ. അത് നമുക്ക് നല്ലൊരു റിലാക്സ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാം കേട്ടോ. ലൈഫിൽ നമ്മുടെ ടെൻഷനും കാര്യങ്ങളൊക്കെ കണ്ട് നമ്മൾ ഈ ഒരു സിനിമ കാണുമ്പോൾ നമ്മൾ റിലാക്സ്ഡ് ആവും, കുറച്ച് നേരം ചിരിച്ച് നമ്മളൊന്ന് റിലാക്സ്ഡ് ആവും. അപ്പൊ അങ്ങനത്തെ ഒരു മൂവിയാണ്, ചിരിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഈ മൂവി കാണാം. നല്ലൊരു കോമഡി ജോണർ ഉള്ളൊരു മൂവിയാണ്, അപ്പൊ സിനിമയാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് കണ്ടു നോക്കാം കേട്ടോ. വലിയ സ്റ്റാർ കാസ്റ്റ് ഒന്നുമില്ല, ആസ് ഐ സെഡ് വലിയ സ്റ്റാർ കാസ്റ്റ് ഉള്ള സിനിമയൊന്നുമല്ല, സാധാരണ സ്റ്റാർ കാസ്റ്റ്. അഭിനയിച്ചിരിക്കുന്നത് അനശ്വര രാജൻ ഈ പറഞ്ഞ പോലെ. പിന്നെ നമ്മുടെ രോമാഞ്ചം മൂവിയില്ല, ആ പുള്ളിയുടെ പേരെന്താണ്, സിജു സണ്ണി. ഓക്കെ. പിന്നെ അസീസ്, പിന്നെ നോബി, ഇവരൊക്കെയാണ്. പിന്നെ മല്ലിക സുമാരൻ,
മുമ്പായിട്ട്. അപ്പൊ അതാ ഞാൻ പറഞ്ഞ വലിയ സ്റ്റാർ കാസ്റ്റുള്ള സിനിമ അല്ലെങ്കിലും എല്ലാവരും അവരവരുടെ റോള് നല്ലതായിട്ടാണ് ചെയ്തേക്കുന്നത്. ഭയങ്കര നാച്ചുറൽ ആയിട്ടാണ് എനിക്ക് തോന്നിയത്, നാച്ചുറൽ ആക്ടിംഗ് ആണ് എനിക്ക് തോന്നിയത്. നല്ലൊരു സിനിമയാണ്. ഒത്തിരി വലിയ സിനിമയുമല്ല, ഒത്തിരി സമയമൊന്നും ഇല്ല. എനിക്ക് തോന്നുന്നു മാക്സിമം ഒരു 1.5-1.25 മണിക്കൂർ കൂടുതൽ സിനിമ ഇല്ല. ഇപ്പോഴത്തെ സിനിമയൊക്കെ 2-3 മണിക്കൂറൊക്കെയാണ്. അപ്പൊ ഇത് വളരെ ചെറിയൊരു സിനിമയുമാണ്. അപ്പൊ തീർച്ചയായും നാട്ടിൻപുറം ടച്ചും ഇതെല്ലാം കറക്റ്റ് ആയിട്ട് അതിൽ കാണിക്കുന്നുണ്ട്. പഴയ ഒരു തിരുവനന്തപുരത്ത്, എസ്പെഷ്യലി തിരുവനന്തപുരത്തിന്റെ ഒരു നാട്ടിൻപുറത്തിലെ കാഴ്ചകൾ ഇതിൽ കറക്റ്റായിട്ട് നമുക്കത് കാണാൻ പറ്റും, കറക്റ്റായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. സോ തീർച്ചയായും ഞങ്ങൾ ഈ സിനിമ റെക്കമെൻഡ് ചെയ്യുന്നു നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ ആർക്കൊക്കെ OTT ആക്സസ് ഈ സിനിമയിലോട്ടുണ്ട് എല്ലാവരും തീർച്ചയായിട്ടും ഈ സിനിമ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായും കാണാൻ പറ്റും. ഇഷ്ടമുള്ളവർക്ക് കാണാം, തീർച്ചയായിട്ടും എല്ലാവർക്കും കാണാൻ പറ്റും. എസ്പെഷ്യലി തിരുവനന്തപുരം സൈഡിലോട്ട് ഉള്ള ആൾക്കാർക്ക് ഈ സിനിമ കണ്ട അവർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും നല്ലതായിട്ട്. എന്ന് വെച്ചാൽ ആ ഒരു സ്ലാങ്ങും സംസാര രീതി അവിടെ നടക്കുന്ന കാര്യങ്ങളും എല്ലാം ഞങ്ങൾക്ക് നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും ഈ സിനിമ കാണുമ്പോൾ. നല്ലൊരു സിനിമയാണ്. നമ്മൾ ചെറിയ സിനിമകൾ ഒരിക്കലും തഴയാൻ പാടില്ല. അപ്പൊ ചെറിയ ചെറിയ സിനിമകളും ഇപ്പോൾ ഒരുപാട് നല്ല സിനിമകൾ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു ചർച്ച വെച്ചത് തന്നെ. ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക്. നല്ലൊരു സിനിമയാണ്. നിങ്ങൾക്ക് ഒരു 1.5 മണിക്കൂർ എങ്ങനെ പോകുന്നതെന്ന് പോലും അറിയില്ല, അതുപോലെ നല്ലൊരു സിനിമയാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ ചായയും ചർച്ചയിലും. അല്ല വേണ്ട, അതെ, ചായയും ചർച്ചയുടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ കഴിയുകയാണ്. അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞ സിനിമ ഏതാണ് ഒന്നുകൂടെ പറഞ്ഞു? വ്യസനസമേതം ബന്ധുമിത്രാദികൾ എന്ന മലയാളം മൂവി, കോമഡി മൂവിയാണ് ഞങ്ങൾ ഇന്ന് കണ്ടത്. അതിനെക്കുറിച്ചാണ് ഇവിടെ ഞങ്ങൾ ചർച്ച ചെയ്തത്. അപ്പൊ ഈ ആഴ്ചത്തെ ചായയും ചർച്ചയും ഇവിടെ കഴിയുവാണ്. സോ ഇനി മറ്റൊരു മൂവിയുമായിട്ട് ഞങ്ങൾ ചായയും ചർച്ചയിൽ വീണ്ടും വരുന്നതാണ്. സോ ടേക്ക് കെയർ, ബൈ ബൈ. താങ്ക് യു. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ പേർഷ്യൻ മലയാളി. അതെ, പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ പേർഷ്യൻ മലയാളി. ഞങ്ങൾ ഇത് മാത്രമല്ല, ഞങ്ങൾ പല വ്ളോഗ്സ് ഇടുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം. ഞങ്ങളുടെ വീഡിയോസ് എല്ലാം കാണണം, ഞങ്ങളുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. സോ സ്റ്റേ ട്യൂൺ. ഞങ്ങൾ ഇനിയും വീഡിയോസ് ഇടുന്നതായിരിക്കും. ബൈ ബൈ, ടേക്ക് കെയർ.